മഴതോരും മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാനിയെ സ്നേഹിക്കുന്ന ചെറുക്കൻ ഷാൻ വളരെ മോശക്കാരനാണെന്നും അവന്റെ കൂടെ ജീവിച്ചാൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരുമെന്നും ടാനിയക്ക് ഉപദേശം നൽകിയാണ് അലീന. അതുമാത്രമല്ല, അവന് മറ്റൊരു പെണ്ണുകൂടി നിന്നെപ്പോലെ തന്നെ ഉണ്ട് എന്ന് അറിയിക്കുകയാണ്. എന്നാൽ ടാനിയ ഒന്നും വിശ്വസിക്കുന്നില്ല. ഒടുവിൽ കമഴ്ത്തിവെച്ച കലത്തിലാണ് താൻ ഇത്രയും നേരം വെള്ളം കോരുത് എന്ന് അലീന മനസ്സിലാക്കുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. രാവിലെ ടാനിയ ഉണർന്നെണീറ്റ് വന്നപ്പോൾ അലീന കിച്ചണിലുണ്ടായിരുന്നു. അവൾ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ അലീന പുഞ്ചിരോടെ അത് തിരിച്ചു നൽകി. അവളുടെ മുഖം ശാന്തമാണെന്ന് അലീനയ്ക്ക് തോന്നി. ഇന്നലെ രാത്രിയിൽ നടന്ന സംഭാഷണങ്ങളെല്ലാം മറന്നു കഴിഞ്ഞതുപോലെ. കോളേജിൽ പോകേണ്ട സമയമായപ്പോൾ അവൾ അലീനയെ വിളിച്ചു. ചേച്ചി ഞങ്ങളെ കൊണ്ടുവിടുന്നില്ലേ? അലീന അവളെ നോക്കി അതിശയിച്ച് നിന്നുപോയി. പിന്നെ ബോധോദയം വന്ന പോലെ പെട്ടെന്ന് പോകാനൊരുങ്ങി. വീട്ടിലെ കാര്യങ്ങൾ ഭവിതിയെ പറഞ്ഞേൽപ്പിച്ച് ടാനിയെയും ടെൽസിയെയും ടോജോയും വിളിച്ച് കാറിൽ കയറ്റി അവൾ യാത്രയായി. ആദ്യം ടെൽസിയെയും ടോജോയെയും അവരുടെ സ്കൂളിൽ എത്തിച്ചു. കോളേജ് കവാടത്തിലെത്തിയപ്പോൾ ടാനിയ പറഞ്ഞു, എന്നെ ഇവിടെ വിട്ടാൽ മതി. ഞാൻ ക്യാമ്പസിലേക്ക് വന്നാലെന്താ? അലീന ചോദിച്ചു. വേണ്ട, ആൺപിള്ളേര് ചേച്ചിയെ കമൻ്റ് അടിക്കും, അത് വേണ്ട. ടാനിയ ഇറങ്ങാൻ ഭാവിച്ചപ്പോൾ അലീന അവളുടെ കയ്യിൽ പിടിച്ചു. ടാനിയ ചോദ്യഭാവത്തിൽ നോക്കി. അലീന അവളുടെ മുഖം പിടിച്ചടുപ്പിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ നൽകി. പൊയ്ക്കോ. ആരെങ്കിലും കണ്ടോ എന്നറിയാൻ ടാനിയ നാണത്തോടെ കാറിന്റെ ചില്ലിലൂടെ നോക്കി. ഡോർ തുറന്ന് ഇറങ്ങിയ ശേഷം അലീനയുടെ നേർക്ക് കൈവീശി കാട്ടിയിട്ട് അവൾ കോളേജിലേക്ക് പോയി. വൈകുന്നേരം കൃത്യസമയത്ത് തന്നെ അലീന അവരെ തിരികെ കൊണ്ടുപോകാൻ കാറുമായി എത്തി. ആദ്യത്തെ 2 ദിവസം കാര്യങ്ങൾ സുഗമമായി പോയി. 3-ാം ദിവസം വൈകുന്നേരം ടാനിയ വല്ലാതെ അസ്വസ്ഥയായി കാണപ്പെട്ടു. നിന്നെ അവൻ ഫോണിൽ വിളിച്ചിരുന്നോ? അലീന ചോദിച്ചു. ടാനിയ മുഖം കുനിച്ചു. ഇന്നലെയും മിനിഞ്ഞാന്നുമോ? ഞാൻ ഓഫ് ചെയ്തു വെച്ചു. അലീന കൂടുതലൊന്നും ചോദിച്ചില്ല. നഖം കടിച്ചുകൊണ്ട് ടാനിയ പഠനമേശക്കരികെ ചിന്താധീനയായി ഇരുന്നു. ജനാല ചില്ലുകൾക്കപ്പുറത്ത് ചെറിയ ചാറ്റലമഴയുണ്ടായിരുന്നു. നേരം 6 മണിയോടടുത്തു. വീടിന് മുൻപിൽ ആരോ ആക്രോശിക്കുന്നത് കേട്ട് അലീന ജനാലവിരി മാറ്റി നോക്കി. ഗേറ്റിന് മുൻപിൽ ഒരു ബൈക്ക് നിർത്തിയിരിക്കുന്നത് അവൾ കണ്ടു. ബൈക്കിൽ മസിലുകൾ പെരുപ്പിച്ച് കൈത്തണ്ടിൽ സ്റ്റീൽ വളയും കാതിൽ കമ്മലുമുള്ള മുടി നീണ്ട ഒരുത്തൻ അഭ്യാസിയെ പോലെ ഇരിക്കുന്നു. ആരോ ഗേറ്റ് തുറക്കുന്നു. ഗേറ്റ് പാളി നീങ്ങിയപ്പോൾ അലീന ആളെ വ്യക്തമായി കണ്ടു. ഷാൻ മഴ നനഞ്ഞ് ആടിയാടി മുറ്റത്തേക്ക് വരികയാണ്. ടാനി, എടി നന്ദി കെട്ടവളെ ടാനി! വീടിന് നേർക്ക് നോക്കി ആക്രോശിച്ചുകൊണ്ട് അവൻ മുറ്റത്തിന് നടുക്ക് ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായിട്ടെന്നോണം നിന്നു. ടാനി, ഇങ്ങോട്ട് ഇറങ്ങി വാടി, ഷാനാ വിളിക്കുന്നേ. ഷാൻ വിളിച്ചാൽ നീ ഇറങ്ങി വന്നിരിക്കണം. ടാനിയെയും അവളുടെ മുറിയിലെ ജനാലിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൾ എഴുന്നേറ്റ് വാതിൽക്കലെത്തിയപ്പോൾ അലീന തടഞ്ഞു. നീ അങ്ങോട്ട് പോകരുത്. ടാനി, എടി മോളെ, 2 ദിവസം നിന്നെ കാണാഞ്ഞ് മനസ്സ് വിഷമിച്ച ഷാൻ വന്നിരിക്കുന്നേ, അതറിയോ നിനക്ക്? ചേച്ചി, ഞാനൊന്ന് പോയി കണ്ടോട്ടെ, ടാനിയ ദീനസ്വരത്തിൽ അപേക്ഷിച്ചു. വേണ്ട, എനിക്ക് കാണണം. എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല, ടാനിയ കരഞ്ഞു. അലീനയുടെ കൈപിടിച്ച് മാറ്റിയിട്ട് അവൾ സിറ്റൗട്ടിലേക്ക് ഓടി. ഷാൻ മുറ്റത്ത് മഴ നനഞ്ഞ് നിൽപ്പുണ്ടായിരുന്നു. ടാനിയ ഓടിയിറങ്ങി ചെന്നതും ഷാൻ അവളുടെ കവിളത്ത് പുറംകൈ വെച്ച് ഒന്നടിച്ചു. എവിടെയായിരുന്നടി നീ? നിനക്കെന്താ ഞാൻ വിളിക്കുന്നിടത്ത് വരാൻ ഇത്ര മടി? അവൻ അവളുടെ കഴുത്തിലൂടെ കൈയിട്ട് ബലമായി ചേർത്ത് പിടിച്ചുകൊണ്ട് മതിലിനരികിലേക്ക് നീങ്ങി. അലീന സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഷാൻ ടാനിയയുടെ അരക്കെട്ടിൽ കൈ ചുറ്റി അവളെ തൻ്റെ ഉടലിലേക്ക് വരിഞ്ഞു മുറുക്കി. എന്നിട്ട് അലീനയുടെ നേർക്ക് വെല്ലുവിളിച്ചു. നീ പൂട്ടിയിട്ട ഇവളെ നിൽക്കുമോടി പട്ടിച്ചി മോളെ? ഇവൾ എൻ്റെ പെണ്ണ. ഞാൻ ഇവളെ വിളിച്ചോണ്ട് പോകാൻ വന്നതാ. നീ വന്ന് തടയടി, കാണട്ടെ. മുള്ളുകമ്പി വേലിക്കപ്പുറത്ത് റീത്താമ്മയുടെ സിറ്റൗട്ടിൽ 3-4 തലകൾ അലീന കണ്ടു. നിനക്ക് ചുണയുണ്ടെങ്കിൽ ഇറങ്ങി വാടി. നീ ഇവളോട് പറഞ്ഞല്ലോ ഞാൻ കൊള്ളരുതാത്തവനാ, ഒരുത്തിയെ പിഴപ്പിച്ച് ആത്മഹത്യ ചെയ്യിച്ചവനാ, പോക്കിരിയാണെന്നൊക്കെ. ആണടി, ഗജപോക്കിരിയാ ഞാൻ. നീയാ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. കാണണോ നിനക്ക്? അവൻ പെട്ടെന്ന് ടാനിയുടെ മുഖം 2 കൈപ്പത്തി കൊണ്ടും ബലമായി പിടിച്ച് അവളെ ചുംബിച്ചു. ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വാടി തടയാൻ. നിന്നെ മുറ്റത്തെ മഴവെള്ളത്തിലിട്ട് ഞാൻ മാനം കെടുത്തും. അതിനും പോന്നവനാ ഞാൻ. ബഹളം കേട്ട് ടെൽസയും ടോജോയും കൂടി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. കുതറിക്കൊണ്ടിരുന്ന ടാനിയയെ
ഒരു കൈകൊണ്ട് പിടിച്ചു നിർത്തുകയും അതേസമയം തന്നെ അലീനയുടെ നേർക്ക് മറ്റേ കൈ ചൂണ്ടി പുലഭ്യം പറയുകയും ചെയ്തുകൊണ്ട് ഷാൻ നിലത്തുറയ്ക്കാത്ത കാലുകൾ മാറ്റി ചവിട്ടി മുറ്റത്തെ മഴയത്ത് നിന്ന് ആടി. അലീന തീർത്തും നിശ്ചേഷ്ടയായി സിറ്റൗട്ടിന്റെ ഉരുളൻ തൂണിനരികെ നിന്നു. ചുരിദാറിൽ നിന്ന് ഷാനിന്റെ പിടി വിടുവിക്കാനുള്ള ശ്രമത്തിൽ ടാനിയയുടെ ചുരിദാർ കീറി. ഒടുക്കം അവൾ പിടി വിടുവിക്കുക തന്നെ ചെയ്തു. ദൈവത്തെ ഓർത്ത് ഷാൻ, ഇപ്പൊ പോ, ഇനി ഇവിടെ നിൽക്കണ്ട, പോ. അവൾ അവനെ തള്ളി പുറത്താക്കാൻ ശ്രമിച്ചു. അല്ല, അവൾ തടയുന്നതൊന്ന് കാണട്ടെ ഞാൻ. അവൻ ടാനിയെ വകഞ്ഞു മാറ്റി അലീനയുടെ നേർക്ക് ചെറഞ്ഞു നിന്നു. ഇങ്ങോട്ടിറങ്ങി വാടി തടയാൻ അവൻ വെല്ലുവിളിച്ചു. ടാനിയ അവന്റെ കയ്യിൽ പിടിച്ചും വലിച്ചും തള്ളിയും വല്ല വിധേനയും അവനെ ഗേറ്റിന് പുറത്താക്കി. ഷാനിപ്പോ പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട. നോക്കി നിൽക്കാതെ ഷാനെ വിളിച്ചോണ്ട് പോ ആഷിഖ്, ടാനിയ ബൈക്കിലിരുന്ന ചെറുപ്പക്കാരനോട് പറഞ്ഞു. നാളെ നീ എന്നെ കാണണം, ഷാൻ അവളോട് കൽപ്പിച്ചു. കാണാം, വാക്കുമാറലുണ്ടല്ലോ. ഷാൻ ചൂണ്ടുവിരലുയർത്തി താക്കീത് നൽകി. ഇല്ല, തൽക്കാലം ഞാൻ പോണു. അവൻ ബൈക്കിനടുത്തേക്ക് ആടിയാടി നടന്നു ചെന്നു. ബൈക്കിൽ മഴ നനഞ്ഞിരുന്നവൻ അത് സ്റ്റാർട്ട് ചെയ്തു. അതേപടി ബൈക്ക് മുന്നോട്ടെടുത്ത് അല്പദൂരം ഓടിച്ചുപോയി വട്ടം തിരിഞ്ഞു വീടിന് മുൻപിലെ റോഡിലേക്ക് വന്നു. ഷാൻ ബൈക്കിലിരുന്നു കൊണ്ട് വീടിന് നേർക്ക് ഒരു തെറിപ്പദം വിളിച്ചു പറഞ്ഞു. ടാനിയ ഗേറ്റിനടുത്ത് നിന്ന് തിരികെ സിറ്റൗട്ടിന് നേർക്ക് വന്നു. അവൾ ആകെ നനഞ്ഞിരുന്നു. അലീന അപ്പോഴും സിറ്റൗട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അലീനയുടെ നേർക്ക് മിഴികളി ഉയർത്താൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല. അവൾ അകത്തേക്ക് കയറിപ്പോയി. അലീനയുടെ പ്രതികരണം അറിയാൻ ടെൽസയും ടോജോയും അവളെ നോക്കിക്കൊണ്ട് നിന്നു. അലീന ഇറങ്ങിപ്പോയി ഗേറ്റടച്ച് തിരിച്ചു വന്നു. അപ്പോഴേക്കും ബബിത ധൃതിയിൽ വാതിക്കലെത്തി. അലീനയുടെ നേർക്ക് അവളുടെ ഫോൺ നീട്ടി. ആരാ? അലീന ചോദിച്ചു. കൃഷ്ണമോള ചേച്ചി. ഞാൻ തിരിച്ചു വിളിച്ചോളാമെന്ന് പറ. അലീനയുടെ മുഖം കണ്ടപ്പോൾ ബബിതയ്ക്ക് എന്തോ പന്തികേട് തോന്നി. എന്തു പറ്റി ചേച്ചി? അപ്പോ നീ ഇവിടെ നടന്നതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല, ഞാൻ കൃഷ്ണമോളുമായിട്ട് ഫോൺ ചെയ്യുമായിരുന്നു. ഇവിടെ എന്തുണ്ടായി? പിന്നെ പറയാം, നീ ചെന്ന് ചായ ഇടാമോ? അവളുടെ അടുത്തേക്ക് ചെല്ലട്ടെ ഞാൻ. അലീന ടാനിയുടെ മുറിയിലെത്തി. അവൾ കുനിഞ്ഞ് കാൽമുട്ടുകളിലേക്ക് മുഖം അമർത്തി കട്ടിലിൽ ഇരിപ്പുണ്ടായിരുന്നു. അലീന അരികെ ചെന്ന് അവളുടെ ശിരസിൽ തൊട്ടു. ടാനിയ നിവർന്നു. അവളുടെ കവിളത്ത് കണ്ണീരുണ്ടായിരുന്നു. അലീനയെ കണ്ടതും അവൾ വീണ്ടും കമിഴ്ന്നു കിടന്ന് കരയാൻ തുടങ്ങി. എഴുന്നേറ്റ് പോയി ഡ്രസ്സൊക്കെ മാറി മേൽ കഴുകിയിട്ട് വാ, അലീന പറഞ്ഞു. അവൾ മഴ നനഞ്ഞ പടി വന്നിരിക്കുകയായിരുന്നു. ടാനിയ അലീനയെ നോക്കി വിങ്ങിപ്പൊട്ടി. എനിക്ക് മറക്കാൻ പറ്റുന്നില്ല ചേച്ചി, അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. സാരമില്ല, നീ പോയി കുളിച്ചിട്ട് വാ. ഷാൻ വന്നപ്പം ഞാൻ ഇറങ്ങിച്ചെന്നത് തെറ്റായിപ്പോയെന്നറിയാം. ഞാൻ എന്താ പിന്നെ ചെയ്യണ്ടേ? എനിക്ക് കാണാതിരിക്കാനും പറ്റുന്നില്ലല്ലോ. മരിച്ചു കളഞ്ഞാലോ എന്ന് ആലോചിക്കുക ഇപ്പം. അവളുടെ ഹൃദയം ഉരുകുന്നുണ്ടെന്ന് അലീനയ്ക്ക് മനസ്സിലായി. ഇതുവരെ അവൾക്ക് സംശയങ്ങളൊന്നുമില്ലായിരുന്നു. ഷാൻ എന്ന യുവാവ് തനിക്ക് അഭികാമ്യനാണെന്ന് തന്നെ അവൾ കരുതി പോന്നിരുന്നു. അവളുടെ ജീവിതത്തിന്റെ വൃത്തപരിധിക്കുള്ളിൽ ശരിയായ സ്നേഹം കിട്ടുന്നുണ്ടായിരുന്നില്ല. തെരുവോരത്തു നിന്ന് കിട്ടിയ സ്നേഹത്തിൽ അവൾ തൃപ്തിപ്പെട്ടു. ധിക്കാരികളും അക്രമവാസനയുള്ളവരുമായ നിഷേധികളോട് പെൺകുട്ടികൾക്ക് തോന്നാറുള്ള അപകടകരമായ ആരാധനയുടെ പരിണത ഫലങ്ങൾ അലീന മുൻപും കണ്ടിട്ടുണ്ട്. സ്നേഹിക്കുന്നവന്റെ അച്ചടക്കമില്ലായ്മയും ധാർഷ്ട്യവും അഹന്തയും ധീരോദാത്തയായി അവൾ വ്യാഖ്യാനിക്കുന്നു. തൻ്റെ പുരുഷൻ എന്തിനും പോന്നവനും ധൈര്യശാലിയും കരുത്തരുമെന്ന് അവൾ ധരിച്ചിരിക്കുന്നു. അലീന ചേച്ചി, സോറി. ടാനിയ ക്ഷമായാചനം ചെയ്തു. എന്തിനാണ് നീ സോറി പറയുന്നേ? ഞാൻ കാരണമല്ലേ ഷാൻ ചേച്ചിയെ കൂടി ചീത്ത വിളിച്ചത്? അല്ല, ഞാൻ കാരണമാ. ഞാൻ നിങ്ങളുടെ ഇടയിൽ കയറി തടസ്സം നിന്നു. ഷാൻ കുടിച്ചിട്ട് വന്നതുകൊണ്ടാ, അല്ലെങ്കിൽ ഇങ്ങനെ ആരെയും ചീത്തയൊന്നും വിളിക്കത്തില്ല. ഞാൻ അവനെ കുറ്റം പറഞ്ഞില്ലല്ലോ. അവൻ ചെയ്തതെല്ലാം ന്യായമായ കാര്യങ്ങളാ. അവൻ മൂക്കറ്റം കുടിച്ചിട്ട് തന്നെ വരണം. കാരണം നിന്നെ കാണാത്തതിൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കണ്ടേ? വീട്ടുമുറ്റത്ത് അതിക്രമിച്ച് കയറി നിന്നെ വിളിച്ചിറക്കിയതിലും തെറ്റില്ല. അവന് നിന്നെ കണ്ടേ മതിയാകൂ. അത്രയ്ക്ക് സ്നേഹമാണ്. നിന്റെ കവിളത്ത് ഒരടി തന്നത് പരിഭവം പ്രകടിപ്പിച്ചതാണ്. അവൻ പരസ്യമായി നിന്നെ ചുംബിച്ചതിലും തെറ്റില്ല. സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ വീട്ടിൽ കയറി അതും അതിലപ്പുറവും ചെയ്യാൻ ചങ്കുറ്റമുള്ളവനാണെന്ന് കാട്ടിത്തന്നതാണ്. പിന്നെ എന്നെ ചീത്ത വിളിച്ചത് അവൻ കൊള്ളരുതാത്തവനാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നീ അത് വള്ളി പുള്ളി വിസർഗം വിടാതെ അവനെ പറഞ്ഞത് കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ അവൻ എന്നെ ചീത്ത വിളിച്ചതിൽ ഒരു തെറ്റുമില്ല. അവൻ എന്നെ അടിക്കുകയോ മുറ്റത്തേക്ക് വലിച്ചിട്ട് മാനം കെടുത്തുകയോ ചെയ്തിരുന്നാലും തെറ്റു പറയാനില്ല. അവൻ്റെ ദേഷ്യം തീരണ്ടേ? സത്യം പറഞ്ഞാൽ അവൻ വിളിച്ചപ്പം നീ കൂടെ ഇറങ്ങി പോകേണ്ടതായിരുന്നു. ഞാൻ വിചാരിച്ചു അവൻ നിന്നെ കൊണ്ടുപോകുമെന്ന്. നീ എന്താ പോകാതിരുന്നേ? ടാനിയ അലീനയെ സൂക്ഷിച്ചു നോക്കി.
ഞാൻ നിന്നെ കളിയാക്കിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടായിരിക്കും. അവൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നീ ന്യായമായ ഒരു കാരണം കാണുന്നുണ്ട്. നിന്റെ ആ ശരീരോട് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്കിങ്ങനെയാണ് തോന്നുന്നത്. അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം നിനക്കിനി കിട്ടാനില്ല. നീ പോകേണ്ടതായിരുന്നു. നിനക്ക് 20 വയസ്സായി. ശരിയും തെറ്റും ഇനി ആരും നിനക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതെല്ലാം തിരിച്ചറിയാനുള്ള ശേഷി എപ്പോഴേ നിനക്ക് കിട്ടിക്കഴിഞ്ഞു. സ്വന്തം കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പ്രായവും പക്വതയും ആയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് പോയില്ല? മമ്മിയെ നോക്കാൻ വേണ്ടിയാണോ നീ പോകാതിരുന്നേ? അല്ലെന്ന് എനിക്കറിയാം. നീ പോയാൽ ടോജോയ്ക്കും ടെൽസയ്ക്കും ആരുമില്ലെന്ന് വിചാരിച്ചിട്ടാണോ? ഞാനവരെ നോക്കിക്കൊള്ളാം. ടാനിയ മിണ്ടുന്നില്ല. അലീനയെ തുറിച്ചു നോക്കി ഇരിക്കുകയാണ്. നിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇനി 1 വർഷം കൂടി വേണം. ഒരു ഡിഗ്രി കയ്യിലുണ്ടെങ്കിൽ ജോലി കിട്ടുമോ? ഇല്ല. പിന്നെന്തിനാ ഡിഗ്രി? ഡിഗ്രി കഴിഞ്ഞ് പിന്നെയും 2-3 വർഷം കൂടി എന്തെങ്കിലും പഠിച്ചാലേ ഒരു തൊഴിൽ കിട്ടൂ. അത്രയൊന്നും വെയിറ്റ് ചെയ്യാൻ ഷാൻ എന്തായാലും സമ്മതിക്കില്ല. കൂടി വന്നാൽ 1 വർഷം. 1 വർഷം കൊണ്ട് നീ ഒരിടത്തും എത്താനും പോകുന്നില്ല. അതുകൊണ്ട് കൂടിയാ പറഞ്ഞത്. അവൻ വന്ന് വിളിച്ച സ്ഥിതിക്ക് നീ അവൻ്റെ കൂടെ പോയി ജീവിതം തുടങ്ങണം. ഈ വീട് കടത്തിലാണെന്ന് നിനക്കറിയാമല്ലോ. അതുകൊണ്ട് സ്ത്രീധനം എന്തെങ്കിലും കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട. ഇങ്ങനൊരു കല്യാണത്തിന് എന്തായാലും പപ്പ പൈസ തരാനും പോകുന്നില്ല. അതുകൊണ്ട് നാളെ കോളേജിൽ പോകുമ്പം ഡ്രസ്സെല്ലാം എടുത്തോണ്ട് പോയിക്കോ. കോളേജിൽ നിന്ന് വൈകുന്നേരം അവൻ്റെ വീട്ടിലേക്ക് പോകാം. അലീന പറഞ്ഞു നിർത്തി. ചേച്ചി എന്തിനാ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങൾ തമ്മിൽ സ്നേഹിച്ചു പോയത് അത്ര വലിയ കുറ്റമാണോ? ആണെന്ന് ആര് പറഞ്ഞു? ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴേ ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടുപിടിച്ച് സ്നേഹിച്ച് തുടങ്ങേണ്ടതായിരുന്നു. അങ്ങനെ സ്നേഹിക്കാൻ ആരെയും കിട്ടാത്ത പെൺകുട്ടികളാണ് എൻജിനീയറിങ്ങിനോ മെഡിസിനോ നഴ്സിങ്ങിനോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും കോഴ്സിനോ ഒക്കെ ചേർന്ന് പഠിച്ച് എന്തെങ്കിലും തൊഴിൽ തേടി സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം നല്ല സാമർഥ്യവും ബുദ്ധിയുമുള്ള പെൺകുട്ടികൾ +2 കഴിയുമ്പോഴേ ആരുടെയെങ്കിലും കൂടെ ചാടിപ്പോകും. കാരണം അവർക്കറിയാം അങ്ങനെ പോയാൽ സ്നേഹം വാരിക്കോരി കിട്ടുമെന്ന്. ഇനി അഥവാ ഒരു ജോലി കിട്ടിയാൽ തന്നെ അവർക്കതിന് പോകാനും പറ്റില്ല. കാരണം അവനുമായി സ്നേഹം പങ്കിട്ട് സ്വർഗത്തിലെന്ന പോലെ കഴിയുമ്പം ഒരു ലീവ് ആപ്ലിക്കേഷൻ എഴുതി കൊടുക്കാൻ പോലും സമയം കിട്ടത്തില്ല. അതുകൊണ്ട് നീ അവനോട് പറയണം ഇപ്പം തന്നെ ഇറങ്ങി വരാൻ റെഡിയാണെന്ന്. അത്രയും പറഞ്ഞ് അലീന മുറിവിട്ടിറങ്ങി കിച്ചണിലേക്ക് പോയി. അവിടെ ബബിത ചായ എടുക്കുന്നുണ്ടായിരുന്നു. എന്തായി ചേച്ചി? ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ ആൻറ്റിയുടെ റൂമിലല്ലായിരുന്നോ? അലീന ബബിതയോട് സംഭവം ചുരുക്കി പറഞ്ഞു. അതിനുശേഷം മൊബൈൽ ഫോൺ വാങ്ങി കൃഷ്ണജിയെ വിളിച്ചു. കൃഷ്ണജിയുടെ പരാതികളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു ആദ്യം. അലീന ചേച്ചി ഇപ്പം എന്നെ വിളിക്കുന്നേയില്ല. രോഹിയേട്ടനെയും മനുവേട്ടനെയും വിളിക്കാൻ സമയമുണ്ട്. അച്ഛനെയും വല്ലപ്പോഴേ വിളിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ മറന്നോ ചേച്ചി? എന്നിങ്ങനെ പോയി അവളുടെ പരാതികൾ. നീ അച്ഛനെ കാണാൻ പോകാറുണ്ടോ മോളെ? അലീന ചോദിച്ചു. ആ, അച്ഛൻ വീട് പൂട്ടിയിരിക്കുമല്ലേ. അത് കാരണം ഞാൻ കടയിൽ ചെന്ന് കാണും. എന്നും പോകുമോ? എന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക്. അമ്മയ്ക്കറിയാമോ നീ അച്ഛൻ്റെ അടുത്ത് പോകുന്നുണ്ടെന്ന്? അറിയാം. ഞാനും അമ്മയും കൂടി ഇടയ്ക്ക് വഴക്ക് കൂടും. ഞാൻ പറയും ഞാൻ അച്ഛൻ്റെ കൂടെ പോയി താമസിക്കാൻ പോവാണെന്ന്. അന്നേരം അമ്മ ഒന്നടങ്ങും. ബബിതയുടെ കാര്യം അന്വേഷിക്കാറില്ലേ അമ്മ? അലീന ചേച്ചിയുടെ കൂടെയാണെന്ന് അറിഞ്ഞു. എന്നിട്ടും അമ്മയൊന്നും പറഞ്ഞില്ലേ മോളെ? അമ്മയോടുള്ള വാശി തീർക്കാൻ വേണ്ടി അച്ഛൻ അലീന ചേച്ചിയുടെ കൂടെ അയച്ചതാണെന്ന് പറഞ്ഞു. എവിടെയാണെന്ന് അന്വേഷിച്ചില്ലേ? അലീന ചേച്ചിയോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ? ചോദിക്കേ. നേരാണോന്ന് പറയണം. പറയാം. അമ്മയ്ക്ക് എവിടുന്നോ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്. എന്ത് വിവരം? പൊട്ടത്തരമാണെങ്കിൽ എന്നെ വഴക്ക് പറയില്ലേ ചേച്ചി? നീ പറഞ്ഞോ മോളെ. അലീന ചേച്ചി അച്ഛൻ്റെ മോളാണെന്ന്. അലീനയ്ക്ക് ആശ്വാസമായി. എന്നോട് ദേഷ്യം തോന്നില്ല ചേച്ചി. എനിക്കറിയാം ശരിയല്ലാന്ന്. നിന്നോടിത് ആര് പറഞ്ഞു? ആരും പറഞ്ഞതല്ല. അമ്മയും കമലാൻ്റിയും തമ്മിൽ സംസാരിച്ചപ്പം ഞാൻ കേട്ടതാ. കമലയാൻ്റി അമ്മയുടെ അടുത്ത് അങ്ങനെ എന്തോ ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. നീ അച്ഛനോട് ചോദിച്ചില്ലേ? ഇല്ല, എനിക്ക് പേടിയാ. രോഗത്തിനോട് ചോദിക്കാമായിരുന്നല്ലോ. എനിക്ക് ചേച്ചി പറയുന്നതാ വിശ്വാസം. അതിലെന്തെങ്കിലും സത്യമുണ്ടോ ചേച്ചി? ഇല്ല. ഹോ, എനിക്കിപ്പോഴാ സമാധാനമായത്. നീ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നീ ചോദിക്കാത്ത ചോദ്യങ്ങളും ഞാൻ പറയാത്ത ഉത്തരങ്ങളുമുണ്ട്. അതെന്താ ചേച്ചി ഒരു കടങ്കഥ പോലെ? അതൊരു കടങ്കഥയാ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിന്റെ പഠിപ്പൊക്കെ എങ്ങനെയുണ്ട് മോളെ? അതിനൊന്നും കുഴപ്പമില്ല. കൊല്ലപ്പള്ളിക്ക് പോകാറുണ്ടോ? അമ്മയുടെ കൂടെ ഒരു തവണ പോയി. രോഹിയേട്ടൻ വന്നപ്പം അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഒരു ദിവസം കടപ്പാട്ടൂരും പോയി താമസിച്ചു. അമ്മ വന്നോ കടപ്പാട്ടൂർ വീട്ടിൽ? ഇല്ല. അമ്മ ഇപ്പം കേസ് പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മയാ കേസ് വാദിക്കണേന്ന് തോന്നും. അലീന ചേച്ചി അച്ഛൻ്റെ മോളാണെന്ന് തെളിഞ്ഞാൽ അമ്മ കേസ് ജയിക്കുമെന്ന് ഉറപ്പാണത്രേ.
കേസ് പറഞ്ഞാലൊന്നും ആരും ജയിക്കില്ല മോളെ, എല്ലാരും തോൽക്കും. ചേച്ചി ഇനിയെന്നാ ഇങ്ങോട്ട് വരുന്നേ? എനിക്ക് ഇത്തിരി ജോലി തീരാനുണ്ട്, അത് തീർന്നാലുടനെ വരാം. ഫോൺ വെച്ചിട്ട് അലീന ടാനിയുടെ മുറിയിൽ ചെന്നപ്പോൾ അവൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അലീന അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞതല്ല, നീ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഉപദേശിച്ചാൽ നിനക്ക് മനസ്സിലാവില്ല, പിന്നെ എന്തു ചെയ്യും? ഒരു കാര്യം നീ എപ്പോഴും ഓർമ്മയിൽ വെച്ചോ, നീ ആരുമില്ലാത്തവളല്ല, എല്ലാവരുമുണ്ട്. കൂടപ്പിറപ്പുകളും പപ്പയും മമ്മിയും മറ്റു ബന്ധുക്കളും എല്ലാവരും. ഓക്കെ, എല്ലാവരും പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയിട്ട് വാ. ടാനിയ അനുസരിച്ചു. രാത്രി ടാനിയയ്ക്ക് ചെറിയ തോതിൽ പനിയുണ്ടായി. മഴ നനഞ്ഞ് തല തുവർത്താതിരുന്നിട്ട അലീന പറഞ്ഞു. ടാനിയയ്ക്ക് കുറേശ്ശെ ശ്വാസം മുട്ടലുണ്ടായിരുന്നു. അലീന അവളുടെ നെറ്റിയിലും കഴുത്തിലും ബാമ്പുരുട്ടി കൊടുക്കുകയും വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുകയും ചെയ്തു. രാവിലെ പനി അല്പം കുറഞ്ഞു. ഇന്ന് കോളേജിലൊന്നും പോകണ്ട കേട്ടോ, അലീന വിലക്കി. ഉച്ചയോടെ പനി വീണ്ടും കടുത്തു. അലീന സ്റ്റാൻലിക്ക് ഫോൺ ചെയ്തു. പപ്പ ഇങ്ങോട്ടൊന്ന് വരണം. എന്താ പ്രശ്നം? ടാനിയയ്ക്ക് പനിയും ശ്വാസം മുട്ടലും. അതിന് ഞാൻ വരണോ? മരുന്ന് വാങ്ങിച്ചു കൊടുത്താൽ പോരെ? അല്ലെങ്കിൽ കാറുണ്ടല്ലോ അവിടെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിനാ ഞാൻ പപ്പയോട് വരാൻ പറഞ്ഞത്. നീ കാർ ഓടിക്കുമല്ലോ, പിന്നെന്തിനാ ഞാൻ? വേണമെന്നുണ്ടെങ്കിൽ ബൈജുവിനെ അയക്കാം. അങ്ങനെയൊന്നും പോരാ പപ്പ, പപ്പ തന്നെ വരണം. പപ്പ തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പപ്പ അവളുടെ അടുത്തിരിക്കുകയും വേണം. അതെന്താ ഞാൻ തന്നെ വേണമെന്നൊരു വാശി? ഇല്ലെങ്കിൽ പപ്പയുടെ മോൾ അവളെ കുറച്ചുകൂടെ കെയർ ചെയ്യുന്ന ഒരുത്തൻ്റെ കൂടെ പോയെന്നിരിക്കും. അന്നേരം അവളെ കുറ്റം പറയരുത്. സ്റ്റാൻലി കുറച്ചു സമയം ഫോണും കയ്യിൽ പിടിച്ച് നിന്നു. ശരി, അയാൾ ഫോൺ വെച്ചു. അലീന വെറുതെ പറയില്ലെന്ന് അയാൾക്കറിയാം. അഞ്ജലിയിലെ ഹോട്ടലിൽ വെച്ച് ശരിക്ക് മീശ മുളയ്ക്കാത്ത പയ്യൻ ടാനിയയോട് മോശമായി പെരുമാറിയതും അലീന ഇപ്പോൾ പറഞ്ഞതും തമ്മിൽ കൂട്ടിണക്കാൻ ശ്രമിച്ചുകൊണ്ട് അയാൾ അഞ്ജലിയിലേക്ക് കാർ ഓടിച്ചു. അവിടെ അലീന കാത്തിരിപ്പുണ്ടായിരുന്നു. സ്റ്റാൻലി ചെന്നയുടനെ ടാനിയെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അലീനയും കൂടെ ചെന്നു. പരിശോധനകൾക്ക് ശേഷം ടാനിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യട്ടെ എന്ന് ഡോക്ടർ ചോദിച്ചു. വേണ്ടെന്ന് ടാനിയെ ശടിച്ചു. അവൾക്ക് വീട്ടിൽ പോയി കിടന്നാൽ മതി. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ആയിരിക്കണം, ഡോക്ടർ പ്രത്യേകം നിർദ്ദേശിച്ചു. വൈറൽ ഫീവറാണ്, ഒരാഴ്ച എടുക്കും. മരുന്നുകളും വാങ്ങി അവർ തിരികെ വീട്ടിലെത്തി. സ്റ്റാൻലി ഒരു കടമ നിർവഹിച്ച ചാരിതാർത്ഥ്യത്തോടെ തിരിച്ചു പോകാനായി കാറിൽ കയറി. പുറകെ അലീനയും ചെന്ന് കയറി. നീയും വരുന്നുണ്ടോ കുളത്തൂപ്പുഴയ്ക്ക്? ഞാനും പോന്നേക്കാം. ഞാനെന്തിനാ ഇനി ഇവിടെ നിൽക്കുന്നേ? അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളോ? നമ്മൾ മരുന്ന് വാങ്ങിച്ചു കൊടുത്തില്ലേ, അവൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കട്ടെ. പിന്നെ എലസമ്മേനയുടെ കാര്യം ബബിതയ്ക്ക് വേണമെങ്കിൽ നോക്കട്ടെ, നമുക്കെന്താ? സ്റ്റാൻലിയുടെ മുഖം ക്രോധം കൊണ്ട് ചുവന്നു. നീ എന്നെ പരിഹസിക്കുകയാണോ? അല്ല, പപ്പയുടെ ഉദ്ദേശം എന്താ? ഒരുത്തി ഇവിടെ പനിച്ചു കിടക്കുന്നു. പപ്പയുടെ ആരാ അത്? വേറൊരാൾ തനിയെ എണീക്കാൻ പോലും വയ്യാതെ തളർന്നു കിടക്കുന്നു. എൻ്റെ അമ്മയാണോ? അല്ല, പപ്പയുടെ ഭാര്യ, പപ്പയുടെ മക്കളെ പ്രസവിച്ച സ്ത്രീ. 4 നേരത്തെ മരുന്ന് വാങ്ങിച്ചു കൊടുത്തപ്പം പപ്പയുടെ കടമ തീർന്നോ? അവളെ ആശുപത്രി കൊണ്ടുപോകാനും മരുന്ന് വാങ്ങിക്കൊടുക്കാനും എനിക്കറിയഞ്ഞിട്ടാണോ പപ്പയെ വിളിച്ചത്? നീ എന്നോടത്രേ പറഞ്ഞുള്ളൂ. പറയാതെയും ചെയ്യേണ്ട കാര്യങ്ങളല്ലേ പപ്പ ഇതൊക്കെ? പപ്പയുടെ മകൾ ഈ കുടുംബത്തിന് ഒട്ടും ചേരാത്ത ഒരു ചെറുപ്പക്കാരനുമായിട്ട് സ്നേഹത്തിലാണെന്ന് പപ്പയ്ക്ക് അറിയാമോ? അവൻ നാളെ ഈ മുറ്റത്ത് വന്ന് കൈഞ്ഞൊടിച്ച് വിളിച്ചാൽ അവൾ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയേക്കുമെന്ന് പപ്പയ്ക്ക് അറിയാമോ? അവർ തമ്മിൽ എന്നും കാണാറുണ്ടെന്നും കല്യാണം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടെന്നും പപ്പയ്ക്ക് അറിയാമോ? 3 ദിവസം അവളെ ഞാൻ കാറിൽ കോളേജിൽ കൊണ്ടുവിടുകയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അവളെ കാണാഞ്ഞ് ഇന്നലെ വൈകുന്നേരം മൂക്കറ്റം കുടിച്ചിട്ട് അവനിവിടെ വന്ന് അവളെ വിളിച്ചിറക്കി. എന്നെ ചീത്ത പറഞ്ഞു. പപ്പയല്ലെങ്കിൽ പിന്നെ ആരാ ഇതൊക്കെ അറിയേണ്ടത്? അവൻ ആരാണെന്ന് പറ. ഇനി ഈ വീട്ടിൽ കയറാതെ ഞാൻ നോക്കിക്കൊള്ളാം. സ്റ്റാൻലി ഒരു കടുത്ത നടപടി സ്വീകരിക്കാൻ ഉറച്ച പോലെ പറഞ്ഞു. അവൻ ഈ വീട്ടിൽ കയറി വന്നാൽ ഇറക്കിവിടാൻ പപ്പയ്ക്ക് പറ്റിയേക്കും. പക്ഷേ അവളുടെ മനസ്സിൽ ഇറക്കി വിടണ്ടേ? അത് പപ്പയ്ക്ക് സാധിക്കുമോ? സ്റ്റാൻലിക്ക് മറുപടിയില്ല. അത് സാധിക്കണമെങ്കിൽ പപ്പ അവളുടെ വിഷമങ്ങളിൽ കൂടെ നിൽക്കണം. അവൾക്ക് ആരുമില്ലെന്നുള്ള അരക്ഷിതബോധം മാറ്റണം. പപ്പ അവളുടെ അരികെ ചെന്ന് 5 മിനിറ്റ് നേരം ഇരിക്ക്. സ്നേഹത്തോടെ നിനക്ക് ഞാനുണ്ട് മോളെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്ക്. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പപ്പയുടെ മടിയിൽ വീഴുമല്ലോ. അതല്ല പപ്പയ്ക്ക് പോണെന്ന് നിർബന്ധമാണെങ്കിൽ പൊയ്ക്കോ. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. അലീന കാറിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. കാർ ഒരു ചലനവുമില്ലാതെ കുറേ സമയം കൂടി അങ്ങനെ തന്നെ കിടന്നു. ഒടുവിൽ അതിൻ്റെ ഡോർ തുറക്കപ്പെട്ടു. സ്റ്റാൻലി കാറിൽ നിന്ന് ഇറങ്ങി. തനിക്ക് ഒട്ടും ഇണങ്ങാത്ത ഒരു സ്ഥലത്ത് ഇരിക്കുന്നത് പോലെ അയാൾ കുറേ സമയം ലിവിംഗ് റൂമിൽ ഇരുന്നു. കുറച്ചു സമയം സിറ്റൗട്ടിലും ഹാളിലും നടന്നു. ടോജയും ടെൽസിയും സ്കൂൾ വിട്ട് വന്നപ്പോൾ
അവരോട് രണ്ടു വാക്ക് സംസാരിച്ചു. അലീന ടാനിയയ്ക്ക് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാൻലി മുറിയിലേക്ക് ചെന്നു. പനി എങ്ങനെയുണ്ട്? കുറഞ്ഞോ? അയാൾ ആരോടുന്നില്ലാതെ ചോദിച്ചു. അലീന ടാനിയയ്ക്ക് ഗുളികയും വെള്ളവും കൊടുത്ത ശേഷം ഒന്നും മിണ്ടാതെ മുറി വിട്ടിറങ്ങിപ്പോയി. സ്റ്റാൻലി ടാനിയയുടെ കട്ടിലിനരികിൽ കിടന്ന കസേരയിൽ ചെന്നിരുന്നു. ടാനിയ പുതച്ചു കിടക്കുകയായിരുന്നു. കുറവുണ്ടോ അസുഖം? സ്റ്റാൻലി ചോദിച്ചു. ടാനിയ തലയാട്ടി. തലവേദനയുണ്ടോ? അതിനുള്ള മരുന്നില്ലേ? ഉണ്ട്. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അവളോട് പറഞ്ഞാൽ മതി. ടാനിയ സമ്മതമെന്ന് ശിരസനക്കി. ഇത് പെട്ടെന്നങ്ങ് മാറിക്കോളും. സ്റ്റാൻലി അങ്ങിങ്ങു നോക്കിയിട്ട് വീണ്ടും ഒരു ചോദ്യം കിട്ടിയതുപോലെ അവളെ നോക്കി. കുറച്ച് ക്ലാസ് മുടങ്ങും അല്ലേ? സാരമില്ല, പിന്നീട് പിക്കപ്പ് ചെയ്താൽ മതി. നോട്ട്സൊക്കെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് പകർത്തണം. സംസാരിക്കും തോറും വിഷയം കിട്ടുന്നുണ്ടെന്ന് കണ്ട് അയാൾക്ക് അതിശയമായി. നിനക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? നല്ലപോലെ പഠിക്കുന്നവരാണോ? അതെ. അത് നന്നായി. പനി കുറഞ്ഞെന്ന് നോക്കാനായി സ്റ്റാൻലി ടാനിയയുടെ നെറ്റിയിൽ കൈത്തലം വെച്ചു. ആ നിമിഷം അവളുടെ നെറ്റിയിലെ ചൂട് അയാളുടെ കൈയിലേക്ക് അരിച്ചു കയറി. ടാനിയ വീർപ്പടക്കി. പപ്പയുടെ കൈയിൻ്റെ കുളിർമ ആശ്വാസദായകമായിരുന്നു. കവിളുത്തും അവൾക്ക് അതേ തണുപ്പ് കിട്ടി. സാരമില്ല, കുറഞ്ഞു. അവളുടെ കവിളത്ത് നിന്ന് കൈത്തലം മാറ്റിയിട്ട് അയാൾ പറഞ്ഞു. ടാനിയ ഭിത്തിയുടെ വശത്തേക്ക് മുഖം ചരിച്ചു. അവളുടെ കൺകോണിലൂടെ നീർത്തുള്ളികൾ തലയണയിലേക്ക് അടർന്നു വീണുകൊണ്ടിരുന്നു. സ്റ്റാൻലി എഴുന്നേറ്റ് സാവധാനം മുറിക്ക് പുറത്ത് കടന്നു. ലിവിംഗ് റൂമിലെ സോഫയിൽ ചെന്നിരുന്നപ്പോൾ അയാൾക്ക് അല്പം ആശ്വാസം അനുഭവപ്പെട്ടു. എവിടെ നിന്നോ ഒരു സംതൃപ്തി ഹൃദയത്തിലേക്ക് അരിച്ചരിച്ച് വരുന്നുണ്ടെന്ന് തോന്നി. രാത്രിയിൽ ടാനിയയ്ക്ക് പനി കൂടിക്കൂടി വന്നു. അലീന കുറച്ച് ചൂടുകഞ്ഞി സ്പൂണിൽ കോരിക്കൊടുത്തു കഴിപ്പിച്ചത് മാത്രമായിരുന്നു ആ ദിവസം അവൾ കഴിച്ച ഭക്ഷണം. പനി കൂടുമ്പോൾ അലീന ടവൽ നനച്ച് അവളുടെ നെറ്റിയും കവിളും കഴുത്തും തുടച്ചുകൊണ്ട് അരികെ തന്നെ ഇരുന്നു. തൊണ്ടയുണങ്ങുമ്പോൾ അവൾക്ക് കുടിക്കാൻ ചുക്കും കുരുമുളകും ഇട്ട് തിളപ്പിച്ച കട്ടൻ കാപ്പി കൊടുത്തു. എൽസമ്മയെ ആ രാത്രി ശുശ്രൂഷിക്കുന്ന ചുമതല അവൾ പൂർണ്ണമായും ബബിതയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അർദ്ധരാത്രിക്ക് ശേഷം ടാനിയയുടെ പനി അല്പം കുറഞ്ഞു. നെറ്റി വിയർത്തു. ശ്വാസം മുട്ടലിന് അല്പം ശമനമുണ്ടായി. അലീന കട്ടിലിൽ അവളോടൊപ്പം കിടന്നപ്പോൾ അവൾ വിലക്കി. ചേച്ചിക്ക് പനി പകരും. പകരട്ടെ, നിന്റെ പനിയല്ലേ, സാരമില്ല. ടാനിയയെ കെട്ടിപ്പിടിച്ച് അവളുടെ പുറത്ത് തലോടിക്കൊണ്ട് അലീന പറഞ്ഞു. കഴുത്തിന് താഴെ ചൂടുള്ള കണ്ണുനീരിൻ്റെ നനവ് തട്ടിയപ്പോൾ അലീന ടാനിയയുടെ മുഖം പിടിച്ചു നോക്കി. കരച്ചിലിൽ അവളുടെ ചുണ്ടുകളും താടിത്തുമ്പും വിറകൊള്ളുന്നു. എന്തിനാ നീ കരയുന്നേ? അലീന അമ്പരപ്പിൽ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ. അവൾ വിതുമ്പി കരഞ്ഞുകൊണ്ട് വീണ്ടും അലീനയുടെ തോളിലേക്ക് തന്നെ മുഖം അമർത്തി. അലീന അവളെ ഒന്നുകൂടി മുറുകെ കെട്ടിപ്പിടിച്ചു.